ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കറിയാം, കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനായ AMCSFNCKയുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 25/7/2026 വരെയാണ്. അപ്പോൾ ഈ ഒരു തീയതിക്കുള്ളിലായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ കുട്ടികളും തന്നെ ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതാണ്. അതിനുള്ളിൽ സമർപ്പിക്കുന്നവരെ മാത്രമായിരിക്കും അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കപ്പെടുക. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി 35 കോളേജുകളിൽ ഉള്ള 50% വരുന്ന മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഓരോ കോളേജിലും ബാക്കി വരുന്ന 50% സീറ്റുകളിലേക്ക് അഡ്മിഷൻ LBS അലോട്ട്മെൻറ്റ് വഴിയായിരിക്കും. അപ്പോൾ LBS അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആപ്ലിക്കേഷനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 2-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് 3 ആപ്ലിക്കേഷനിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. BSc നഴ്സിംഗ്, പോസ്റ്റ് BSc നഴ്സിംഗ് ആൻഡ് MSc നഴ്സിംഗ്. അപ്പോൾ ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 1200 രൂപയാണ്. ആപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ വഴിയോ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെല്ലാൻ വഴിയോ നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെയാണ് നിങ്ങൾ കോളേജ് ഓപ്ഷൻസും നൽകേണ്ടത്. നമ്മൾ LBS സബ്മിറ്റ് ചെയ്തതുപോലെയല്ല, ഇവിടെ ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ കോളേജ് ഓപ്ഷൻസും നൽകേണ്ടതായിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം 15 കോളേജുകൾ മാത്രമാണ് നമുക്കിവിടെ ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, 15 കോളേജുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം തന്നെ നിങ്ങൾ ഓപ്ഷൻസ് നൽകാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജുകളുടെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ഓരോ കോളേജുകളും സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ കോളേജുകൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിൽ കുറഞ്ഞ ഇൻഡെക്സ് ലഭിക്കുന്ന കോളേജുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയിട്ട് ആ കോളേജുകളും ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷനിലെ എല്ലാ വിവരങ്ങളും കൃത്യമായി നിങ്ങൾ പൂരിപ്പിച്ചതിന് ശേഷം ഓൺലൈൻ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ട രേഖകളുടെ സ്കാൻ ചെയ്ത് കോപ്പി അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അവസാനം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുള്ളൂ. കാരണം സബ്മിറ്റ് ബട്ടൺ ഒരിക്കൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ആപ്ലിക്കേഷനിൽ യാതൊരു മാറ്റവും നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യേണ്ട രേഖകളെല്ലാം സമർപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ്റെ PDF നിങ്ങൾക്ക് ഫയലായിട്ട് പൂർണ്ണ രൂപത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് ഈ മാനേജ്മെൻറ്റ് അസോസിയേഷനിലോ ഓഫീസിലോ കോളേജുകളിലോ ഒന്നും സമർപ്പിക്കേണ്ടതായിട്ടില്ല. ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകളുടെ സ്കാൻ ചെയ്ത കോപ്പിയും ഓൺലൈനായിട്ട് മാത്രമാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. 25/7/2026 മുമ്പ് അസോസിയേഷനിൽ ഓൺലൈനായി ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമാണ് അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കത്തുള്ളൂ. കോളേജ് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം, ഒരിക്കലും ഓൺലൈനായിട്ട് നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ കോളേജിലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അവയുടെ മുൻഗണനാ ക്രമം മാറ്റാനോ ഒന്നും സാധിക്കുന്നതല്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. കാരണം പിന്നീട് വരുന്ന പ്രൊസീജിയറുകളിൽ നമുക്ക് യൂസർ IDയും പാസ്വേഡും ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് അത് ഏതെങ്കിലും ബുക്കിൽ എഴുതി നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകൾക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ റാങ്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുക. ഇനി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ ID വേണം. അതുപോലെ തന്നെ വാട്സപ്പ് യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ വേണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. സിഗ്നേച്ചറിൻ്റെ സ്കാൻ ചെയ്ത കോപ്പിയും അതുപോലെ തന്നെ SSLC, +2 സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്നവരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടുമിക്ക കുട്ടികളുടെ ഒരു ഡൗട്ടാണ്, ഞാൻ LBS കൊടുത്തു, ഇനി PNC മാക്ക് കൊടുക്കണോ, AMCSFNCK കൊടുക്കണോ, അല്ലെങ്കിൽ എല്ലാ അലോട്ട്മെൻറ്റും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതിയോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ വെച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ കേരളത്തിൽ 2 മാനേജ്മെൻറ്റ് അസോസിയേഷനാണുള്ളത്, PNC മാക്ക് ആൻഡ് AMCSFNCK. അപ്പോൾ AMCSFNCK നമുക്കറിയാം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റിയിലുള്ള കുട്ടികൾക്ക് മുൻഗണനയുണ്ട്.
അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരാണെങ്കിൽ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു AIMSS-FNCKയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ കുട്ടികൾക്ക് കൂടുതൽ സീറ്റുണ്ട്. എന്നാൽ ഈ AIMSS-FNCKയിലെ ജനറൽ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വളരെ കുറഞ്ഞ സീറ്റ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ജനറൽ വിഭാഗത്തിലുള്ള കുട്ടികൾ PNC മാക്കിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ്. അവിടെ പ്രത്യേക പരിഗണനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. ഇവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റിയിലുള്ള കുട്ടികൾക്ക് മുൻഗണനയുണ്ട്, കൂടുതൽ സീറ്റ് അവർക്കുണ്ട്. അപ്പോൾ ആവറേജ് മാർക്കുള്ള കുട്ടികൾ അതുപോലെ തന്നെ ബിലോ ആവറേജ് മാർക്കുള്ള കുട്ടികളും ഒക്കെ ക്രിസ്ത്യൻ മൈനോറിറ്റിയുള്ള കുട്ടികളാണെങ്കിൽ AIMSS-FNCKയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം. അവിടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇനി മാർക്ക് കുറഞ്ഞ കുട്ടികളാണ് എന്നാൽ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ ഉള്ളവരല്ല, ജനറൽ വിഭാഗത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ PNC മാക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒട്ടുമിക്ക കുട്ടികളുടെയും ഡൗട്ടാണ് LBSൽ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് കിട്ടിയാൽ, അതുപോലെ തന്നെ PNC മാക്കോ AIMSS-FNCKയിൽ അഡ്മിഷൻ കിട്ടിയാലോ ഫീസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഫീസിൻ്റെ കാര്യമാണെങ്കിൽ LBSൽ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ കൊടുക്കുന്ന അതേ ഫീ തന്നെയാണ് നിങ്ങൾ AIMSS-FNCKയിലും PNC മാക്കിലും ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കേണ്ടത്. അതിൽ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ LBC കിട്ടിക്കഴിഞ്ഞാൽ ഫീൽ ഇളവ് വരുന്ന കുറച്ച് വിഭാഗക്കാരുണ്ട്. അവർക്ക് ഇവിടെ ഇളവുകളൊന്നും ഉണ്ടാവത്തില്ല. എന്നാൽ LBC കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മെറിറ്റിലാണെങ്കിലും സെൽഫ് ഫിനാൻസിലാണെങ്കിലും അവർക്ക് ഫീൽ ഇളവുണ്ടായിരിക്കും. പക്ഷേ മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടുവാണെങ്കിൽ AIMSS-FNCKയിലോ PNC മാക്കിലോ കിട്ടുവാണെങ്കിൽ അതിൽ അവർക്ക് ഇളവൊന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഓവറോൾ ഒന്നും കൂടെ പറയാം, AIMSS-FNCK എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനാണ്. ഓൺലൈൻ വഴിയായിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ക്രിസ്ത്യൻ മൈനോറിറ്റിയിലുള്ള കുട്ടികൾക്കാണ് ഇതിൽ മുൻഗണന ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ ഇതിലേക്ക് ആപ്ലിക്കേഷൻ നൽകേണ്ടതാണ്. 25-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരിക. അപ്പോൾ 25-ാം തീയതിക്ക് മുമ്പായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാവരും ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നൽകുന്ന ആപ്ലിക്കേഷനൊന്നും പരിഗണിക്കുന്നതല്ല. 25-ാം തീയതിക്ക് മുമ്പ് നൽകുന്ന ആപ്ലിക്കേഷനുകൾ മാത്രമാണ് റാങ്കിലേക്ക് പരിഗണിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 1200 രൂപയാണ്. ഓൺലൈൻ വഴിയോ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെല്ലാൻ വഴിയോ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. ഓപ്ഷൻസ് നൽകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 15 കോളേജുകൾ മാത്രമാണ് നമുക്കിവിടെ ഓപ്ഷൻസ് നൽകാനായിട്ട് സാധിക്കുക. നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കോളേജ് ഓപ്ഷൻസും നൽകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോളേജാണോ പോകാൻ ആഗ്രഹമുള്ളത് ആ കോളേജുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം, നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കണം നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് നൽകേണ്ടത്. അതുപോലെ തന്നെ തീരെ മാർക്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിൽ അതനുസരിച്ച് വേണം നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് നൽകാനായിട്ട്. മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ഏതൊക്കെ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ, ഏതൊക്കെ കോളേജ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കോളേജുകളുടെ സ്ഥാനം മാറ്റാനോ ചേഞ്ച് ചെയ്യാനോ ഒന്നും സാധിക്കുന്നതല്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും എല്ലാം കൊടുത്തതിന് ശേഷം ലാസ്റ്റ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എങ്കിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികൾ PNC മാക്കിലും AIMSS-FNCKയിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. കാരണം LBSൽ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾ, അപ്പോൾ ആവറേജ് മാർക്കുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ബിലോ ആവറേജ് മാർക്കുള്ള കുട്ടികളൊക്കെ ഈ മാനേജ്മെൻറ്റ് അസോസിയേഷനിൽ കൂടി നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് തീരെ മാർക്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിൽ നമുക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റും സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളൊക്കെ വരും. അപ്പോൾ അതിലെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അസോസിയേഷനിൽ കൂടി നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തോളുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക്